അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ബട്ടൂരിയും വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു ഗ്രേവി തയ്യാറാക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2.5 കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു തലേന്ന് രാത്രി. അത് കുക്കറിലേക്ക് പാകത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ വന്നിട്ട് ഒരു 15 മിനിറ്റ് സിമ്മാക്കി വെച്ചാൽ കടല നന്നായി വെന്ത് കിട്ടും കേട്ടോ. വേവുമ്പോഴേക്ക് നമുക്ക് ബട്ടൂരൻ്റെ മാവ് തയ്യാറാക്കാം. 4 കപ്പ് മൈദയും 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി വേണ്ടത് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈരാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അത് 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. കപ്പളവാണെങ്കിൽ 1/4 കപ്പ് തൈര്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് കസ്തൂരി മേത്തിയാണ്. ഇതെല്ലാം പലചരക്ക് ഷോപ്പുകളിലും കിട്ടും കേട്ടോ വാങ്ങാൻ. അതൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ നന്നായി പൊടിച്ചിടുക. ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാവ് നന്നായി കുഴച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെയാണ് കുഴക്കേണ്ടത് കേട്ടോ. നന്നായി കുഴച്ചിട്ട് നമുക്ക് ഒന്ന് ഓയിൽ തടവി കൊടുക്കുക ഇതിൻ്റെ മുകളിൽ. വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് 1 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലക്ക, അതിൻ്റെ വീഡിയോ ഇതിന്ന് പോയിട്ടുണ്ട്. ചെറിയ ജീരകം ചെറിയ ടീസ്പൂണിൽ ഇട്ടിട്ട് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് വഴറ്റി കൊടുക്കുക. നന്നായി വഴഞ്ഞതിൻ്റെ ശേഷം 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴറ്റിയതിൻ്റെ ശേഷം 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിൽ വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴലണം കേട്ടോ. അതിൻ്റെ ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡറും 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന് പച്ചച്ചുവ മാറണ വരെ ഒന്ന് ഇതിലേക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളവും രണ്ടും കൂടി കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കടലയിലേക്ക് ഇതിൻ്റെ ഗ്രേവിൻ്റെ മസാലയൊക്കെ കടലിലേക്ക് പിടിക്കണ വരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ലാസ്റ്റ് ഇടുന്നത് പച്ചമുളകിൻ്റെ ചുവ വരുന്നതിന് വേണ്ടിയിട്ടാണ്. 1/4 കപ്പ് തേങ്ങയിലേക്ക് ഞാൻ 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തി ചൂടാക്കി പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് തിള വരുന്നതിൻ്റെ മുന്നേ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നമുക്ക് പൂരിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി വലിയ ബോളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കട്ടിയിൽ പരത്തിയെടുക്കാം. പൂരിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയ ബോൾ എടുക്കണം കേട്ടോ. നമുക്ക് കട്ടിയിൽ പരത്തിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൽക്കും ചപ്പാത്തിക്കും വെള്ളപ്പത്തിൽക്കും പുട്ടിൽക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ബട്ടൂരയ്ക്കും നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനി അടുത്ത ഡിഷുമായിട്ട് വീണ്ടും കാണാം.